11/8/2015 മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത. സംസ്ഥാന സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സനൽ ശശിധരൻ സംവിധായകൻ, ഒറ്റാൽ മികച്ച ചിത്രം, നിവിൻ പോളിയും സുദേവും നടന്മാർ, നസ്രിയ നടി. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ കഴിഞ്ഞ വർഷത്തെ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടി. ഒരാൾ പൊക്കം ഒരുക്കിയ സനൽകുമാർ ശശിധരനാണ് മികച്ച സംവിധായകൻ. മികച്ച നടനുള്ള അവാർഡ് നിവിൻ പോളിയും സുദേവ് നായരും പങ്കിട്ടു. 1983 ബാംഗ്ലൂർ ഡേയ്സ് എന്നീ സിനിമകളിലെ മികച്ച പ്രകടനമാണ് നിവിൻ പോളിയെ മുന്നിലെത്തിച്ചത്. മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രത്തിലെ ഉജ്ജ്വല അഭിനയത്തിലൂടെ സുദേവ് നായർ ഒപ്പമെത്തി. ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ് എന്നിവയിൽ തിളങ്ങിയ നസ്രിയ നസീം മികച്ച നടിയായി. വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ എന്ന സിനിമയിലെ അഭിനയത്തിന് പ്രതാപ് പോത്തന് പ്രത്യേക ജൂറി അവാർഡുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ മികച്ച പരിസ്ഥിതി ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ് ഒറ്റാൽ. കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഒരാൾ പൊക്കം എന്ന സിനിമ നെറ്റ്പാക് ഫിപ്രസി അവാർഡുകൾ നേടിയിരുന്നു. പത്മകുമാർ സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ട്ണർ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡിന് അർഹമായി. 1983 വിക്രമാദിത്യൻ എന്നീ സിനിമകളിലെ വ്യത്യസ്ത വേഷങ്ങളിലൂടെ അനൂപ് മേനോൻ മികച്ച സ്വഭാവ നടനായപ്പോൾ മലയാളത്തിലെ മികച്ച അഭിനേത്രികളുടെ നിരയിൽ ഇടം പിടിച്ചു കഴിഞ്ഞ സേതുലക്ഷ്മിക്കാണ് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സ്വഭാവ നടിക്കുള്ള അവാർഡ് കിട്ടിയത്. വൈറ്റ് ബോയ്സിലെ ആദിത്യകിരണങ്ങൾ അഞ്ജനമെഴുതും എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഈണമിട്ട രമേശ് നാരായണൻ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയപ്പോൾ ഈ ഗാനം ആലപിച്ച ശ്രീ KJ യേശുദാസിനെ തേടി വീണ്ടും മികച്ച ഗായകനുള്ള അവാർഡെത്തി. ഹൗ ഓൾഡ് ആർ യുവിലെ വിജനതയിൽ പാതി വഴി തീരുന്നു എന്ന ഗാനം ശ്രേയ ഘോഷാലിനെ വീണ്ടും മികച്ച ഗായികയാക്കി. ലസാഗു എന്ന സിനിമയിലെ ഇത്ര പകലിനോട് ഒത്തുചേർന്നിട്ടുമീ രാവിതെന്തേറെ കറുത്തുപോയി എന്ന ഗാനം എഴുതിയ OS ഉണ്ണികൃഷ്ണനാണ് മികച്ച ഗാനരചയിതാവ്. ഓം ശാന്തി ഓശാന ജനപ്രിയ ചിത്രം. എബ്രിഡ് ഷൈൻ നവാഗത സംവിധായകൻ. തിരക്കഥാ പുരസ്കാരങ്ങൾ രഞ്ജിത്തിനും അഞ്ജലി മേനോനും. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡിന് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഓം ശാന്തി ഓശാന അർഹമായി. നിർമ്മാതാവ് ആൽവിൻ ആന്റണിക്കും സംവിധായകനും 1 ലക്ഷം രൂപ വീതം ലഭിക്കും. 1983 സംവിധാനം ചെയ്ത എബ്രിഡ് ഷൈനാണ് മികച്ച നവാഗത സംവിധായകൻ. T. ദീപേഷ് സംവിധാനം ചെയ്ത അങ്കുരം മികച്ച ബാലചലച്ചിത്രമായി. ഇതിന്റെ നിർമ്മാതാവ് പ്രദീപ് കാന്ധാരിക്ക് 3 ലക്ഷവും സംവിധായകന് 1 ലക്ഷവും ലഭിക്കും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒറ്റാലിന്റെ സംവിധായകൻ ജയരാജിനും നിർമ്മാതാവ് K. മോഹനും 2 ലക്ഷം രൂപ വീതമാണ് ലഭിക്കുക. രണ്ടാമത്തെ ചിത്രമായ മൈ ലൈഫ് പാർട്ട്ണർ സംവിധാനം ചെയ്ത പത്മകുമാറിനും നിർമ്മാതാവ് KA റിജിമോനും 1.5 ലക്ഷം വീതം. മികച്ച നടനുള്ള അവാർഡ് 1 ലക്ഷം രൂപയാണെങ്കിലും നിവിൻ പോളിയും സുദേവ് നായരും 50,000 രൂപ വീതം പങ്കിടും. മികച്ച നടി നസ്രിയയ്ക്ക് 1 ലക്ഷം ലഭിക്കും. മികച്ച സംവിധായകന് 2 ലക്ഷമാണ്. ലസാഗു എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി ഒത്തുചേർന്ന ചെമ്പ്രാശ്ശേരി AUPSലെ അധ്യാപകർക്കും മാനേജ്മെന്റിനും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മറ്റ് അവാർഡുകൾ 50,000 രൂപ വീതം. മികച്ച ഛായാഗ്രഹകൻ അമൽ നീരദ്, ഇയോബിന്റെ പുസ്തകം. കഥാകൃത്ത് സിദ്ധാർത്ഥ് ശിവ, ഐൻ. തിരക്കഥാകൃത്ത് അഞ്ജലി മേനോൻ, ബാംഗ്ലൂർ ഡേയ്സ്. തിരക്കഥ അഡാപ്റ്റേഷൻ രഞ്ജിത്ത്, ഞാൻ. ബാലതാരങ്ങൾ മാസ്റ്റർ അദ്വൈത്, അങ്കുരം, അന്ന ഫാത്തിമ, 2 പെൺകുട്ടികൾ. പശ്ചാത്തല സംഗീത സംവിധായകൻ ബിജിബാൽ. വിവിധ ചിത്രങ്ങൾ. ചിത്രസംയോജകൻ ലിജോ പോൾ, ഓം ശാന്തി ഓശാന. കലാസംവിധായകൻ ഇന്ദുലാൽ കാവീട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മികച്ച ലൈവ് സൗണ്ട് സന്ദീപ് കുറിശ്ശേരി, ജിജിമോൻ ജോസഫ്, ഒരാൾ പൊക്കം. ശബ്ദമിശ്രണം ഹരികുമാർ, വിവിധ ചിത്രങ്ങൾ. ശബ്ദ ഡിസൈൻ തപസ് നായക്, ഇയോബിന്റെ പുസ്തകം. പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് രംഗനാഥൻ, പ്രിസം ആൻഡ് പിക്സൽസ്, ഇയോബിന്റെ പുസ്തകം, ബാംഗ്ലൂർ ഡേയ്സ്. മേക്കപ്പ് മാൻ മനോജ് അങ്കമാലി, ഇയോബിന്റെ പുസ്തകം. വസ്ത്രാലങ്കാരം സമീറ സനീഷ്, വിവിധ ചിത്രങ്ങൾ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഹരിശാന്ത്, വൈറ്റ് ബോയ്സ്. വിമ്മി മറിയം ജോർജ്, മുന്നറിയിപ്പ്.
നൃത്ത സംവിധാനം സജ്ജന നജാം വിക്രമാദിത്യൻ. മികച്ച സ്വഭാവ നടൻ, നടി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, ഗായിക, പ്രത്യേക ജൂറി അവാർഡ് നേടിയ നടൻ എന്നിവർക്കും 50,000 രൂപയാണ് ലഭിക്കുക. വിവിധ വിഭാഗങ്ങളിൽ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹരായവർ ഇവർക്ക് ശില്പവും പ്രശസ്തി പത്രവും ലഭിക്കും. ആലാപനം MG സ്വരസ്വാഗർ, മണൽ ചിത്രങ്ങൾ. നിർമ്മാണം ഡോക്ടർ ജോർജ് മാത്യു, അപ്പോത്തിക്കരി. AUPS ചെമ്പ്രാശ്ശേരി, ലസാഗു. സംഗീതം യക്സാൻ ഗ്യാരി പെരേര, നേഹ എസ് നായർ. ഇയോബിന്റെ പുസ്തകം. അഭിനയം ഇന്ദ്രൻസ്, അപ്പോത്തിക്കരി. മികച്ച സിനിമാ ഗ്രന്ഥം 30,000 രൂപ. VK ജോസഫ് എഴുതിയ അതിജീവനത്തിന്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ. സിനിമാ ലേഖനം 10,000 രൂപ വീതം. രവി മേനോൻ എഴുതിയ ശബ്ദലോകത്തെ ഇളമൺ ഗാഥ. KC ജയചന്ദ്രൻ രചിച്ച പായല് പോലെ പ്രണയം. അവാർഡ് പുസ്തകം നിറഞ്ഞ ഇയോബ്. അമൽ നീരദ് സംവിധാനം ചെയ്ത ഇയോബിന്റെ പുസ്തകം നേടിയത് 5 സംസ്ഥാന അവാർഡുകൾ. ബാംഗ്ലൂർ ഡേയ്സ് 4 അവാർഡ് നേടിയപ്പോൾ വൈറ്റ് ബോയ്സ് 1983, ഓം ശാന്തി ഓശാന എന്നിവയ്ക്ക് 3 വീതം അവാർഡുകളുണ്ട്. മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡുകൾ ഈ ചിത്രങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റു മേഖലകളിൽ ഇവ മികവ് പുലർത്തിയതായി ജൂറി വിലയിരുത്തി. ഓരോ വർഷവും മത്സരത്തിനെത്തുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓരോ മാസവും ഇറങ്ങുന്ന സിനിമകൾ വിലയിരുത്തി അവാർഡിന് തിരഞ്ഞെടുക്കാൻ സ്ഥിരം കമ്മിറ്റി നിയോഗിക്കണമെന്ന ജൂറിയുടെ ശുപാർശ സർക്കാർ പരിഗണിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ജൂറിയുടെ മറ്റൊരു ശുപാർശ. 1 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ചിത്രങ്ങൾ സംസ്ഥാനതല ജൂറി പരിഗണിച്ച് അവാർഡ് നൽകുകയാണെങ്കിൽ അവാർഡ് നിർണയം കുറേക്കൂടി എളുപ്പമായിരിക്കുമെന്നും ജോൺ പോൾ അധ്യക്ഷനായ ജൂറി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിനിമകളുടെ സബ്സിഡി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുമായി ആലോചിക്കുമെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. അവാർഡ് പ്രഖ്യാപന വേളയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ T. രാജീവ്നാഥിന് പുറമെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താനും സന്നിഹിതനായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ മുമ്പാകെ എത്തിയ 70 സിനിമകളിൽ 75% നിലവാരം ഇല്ലാത്തവയായിരുന്നുവെന്ന് ജൂറി ചെയർമാൻ ജോൺ പോൾ. ഇത് കമ്മിറ്റിയെ അത്ഭുതപ്പെടുത്തി. 70 സിനിമകളും തുടർച്ചയായി കാണുകയായിരുന്നു. ജൂറി അംഗങ്ങളിൽ ചിലർ എത്താൻ വൈകിയത് മൂലം 15 സിനിമകൾ വീണ്ടും കാണേണ്ടി വന്നു. നിലവാരമില്ലാത്ത സിനിമകൾ നിരന്തരം കാണേണ്ടി വരുന്നത് മാനസിക പീഡനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമിതിയിൽ നിന്ന് ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ് ഇടയ്ക്ക് വെച്ച് പിന്മാറിയത് ഛായാഗ്രഹണത്തിന്റെ അവാർഡ് നിർണയത്തെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ലെന്നും ജൂറി ചെയർമാൻ ജോൺ പോൾ. ജൂറിയിൽ 3 സംവിധായകരുണ്ടായിരുന്നു. സംവിധായകൻ ഭാവനയിൽ കാണുന്നതാണ് ഛായാഗ്രാഹകർ പകർത്തുന്നത് എന്നതിനാൽ ഛായാഗ്രഹണം വിലയിരുത്തുവാൻ സംവിധായകർക്ക് സാധിക്കും. ജോൺ പോൾ ചെയർമാൻ, ഭദ്രൻ, സുരേഷ് ഉണ്ണിത്താൻ, ബാലു കിരിയത്ത്, G. മുരളി, രഞ്ജിത്ത്, രാജാമണി, MM ഹസ, MM ഹംസ, S. രാജേന്ദ്രൻ നായർ, മെമ്പർ സെക്രട്ടറി എന്നിവരായിരുന്നു പ്രധാന ജൂറി അംഗങ്ങൾ. സതീഷ് ബാബു പയ്യന്നൂർ ചെയർമാൻ, MC രാജനാരായണൻ, A. പത്മനാഭൻ എന്നിവർ അടങ്ങുന്നതായിരുന്നു രചനാ വിഭാഗം ജൂറി. കാശെറിഞ്ഞ് പിടിക്കുന്നതല്ല നല്ല സിനിമ. പണം വാരിയെറിഞ്ഞ് സിനിമ എടുക്കുന്നത് മിടുക്കാണെന്ന് കരുതുന്നവർക്കിടയിൽ ചില്ലിക്കാശ് കൂട്ടിവെച്ച് സിനിമ എടുത്തവരുടെ മികവിന് അംഗീകാരം. ആത്മാർപ്പണവും കഠിനാധ്വാനവും ഇവരുടെ മൂലധനം. അതാണ് നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്. ഒരാൾ പൊക്കം, ചെലവ് 25 ലക്ഷം രൂപ. ബക്കറ്റ് പിരിവ് വരെ നടത്തി. ജനകീയ പങ്കാളിത്തത്തോടെ പ്രദർശനം. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത സനൽകുമാർ ശശിധരന് ഒരാൾ പൊക്കം എന്ന സിനിമയ്ക്കായി ആകെ ചിലവായ തുക 25 ലക്ഷം. 150 പേർ ചേർന്ന് പണം നിക്ഷേപിച്ചാണ് സിനിമയ്ക്ക് മുടക്കുമുതൽ കണ്ടെത്തിയത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇതിനായി ബക്കറ്റ് പിരിവ് വരെ നടത്തി. 10 രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. മഹാപ്രളയത്തിന് പിന്നാലെ ഹിമാലയത്തിലെ കേദാർനാഥിലെത്തി സാഹസികമായിട്ടായിരുന്നു ചിത്രീകരണം. അണിയറയിൽ പ്രവർത്തിച്ചത് വെറും 17 പേർ. കേരളത്തിലെങ്ങും പൊതുജന പങ്കാളിത്തത്തോടെ പ്രദർശിപ്പിച്ചു. മൈ ലൈഫ് പാർട്ട്ണർ. ചെലവ് 1 കോടിയിൽ താഴെ. സ്വവർഗാനുരാഗ സിനിമയെന്ന് പറഞ്ഞ് തിയേറ്ററുകൾ പിന്മാറി. കേരളത്തിന് പുറത്ത് മികച്ച സ്വീകരണം. നിർമ്മാതാവ് KA റെജിമോൻ നൽകിയ 1 കോടി രൂപയിൽ താഴെ ചെലവിട്ടാണ് മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രം സംവിധായകൻ പത്മകുമാർ പൂർത്തിയാക്കിയത്. തിരുവല്ലയിലും കോട്ടയത്തുമായിരുന്നു ഷൂട്ടിംഗ്. 30 തിയേറ്ററുകളുമായി കരാറുണ്ടാക്കിയിരുന്നെങ്കിലും സ്വവർഗ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ എന്ന കാരണം പറഞ്ഞ് അവസാന നിമിഷം 24 തിയേറ്ററുകൾ പിന്മാറി. കേരളത്തിൽ 6ഉം ഡൽഹിയിലും പൂനെയിലും 2 വീതം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്.
കേരളത്തിന് പുറത്ത് മികച്ച സ്വീകാര്യത ലഭിച്ചു. ഡസനോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് പത്മകുമാർ സംവിധാനത്തിലേക്ക് തിരിഞ്ഞത്. നിവേദ്യത്തിലെ വില്ലനാണ് ശ്രദ്ധേയ വേഷം. ഒറ്റാൽ, ഒറ്റ ഷെഡ്യൂൾ, താരങ്ങളില്ല, 15 ദിവസം മാത്രം ചിത്രീകരണം. 15 ദിവസം കൊണ്ട് ഒറ്റ ഷെഡ്യൂളിലാണ് ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ പൂർത്തിയാക്കിയത്. വളരെ കുറഞ്ഞ ചെലവിലാണ് സിനിമ നിർമ്മിച്ചത്. അറിയപ്പെടുന്ന താരങ്ങളില്ല. കുട്ടനാട്ടിലും പരിസരത്തും ചിത്രീകരണം. മികച്ച നടനായി നിവിൻ പോളിക്കൊപ്പം പരിഗണിച്ചിരുന്ന ജയസൂര്യയെ തട്ടിത്തെറിപ്പിച്ചത് ചലച്ചിത്ര അവാർഡ് നിർണയത്തിന്റെ ക്ലൈമാക്സിൽ സുദേവ് നായർക്ക് ജൂറിയുടെ കയ്യടി. ഏവരെയും അമ്പരിപ്പിച്ച പ്രകടനമായിരുന്നു മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രത്തിൽ പുതുമുഖ നായകനായ സുദേവിൻ്റേത്. ഒരാൾക്ക് അവാർഡ് നൽകിയാൽ മതിയെന്ന വാദം അതുവരെ ഉയർത്തിയിരുന്ന ചില ജൂറി അംഗങ്ങളും സുദേവിന്റെ അഭിനയം കണ്ടതോടെ മികച്ച നടനുള്ള പുരസ്കാരം പങ്കുവയ്ക്കാമെന്ന അഭിപ്രായത്തിലേക്ക് മാറി. അങ്ങനെ നിവിനും സുദേവും മികച്ച നടന്മാരായി. അപ്പോത്തിക്കരയിലെ അഭിനയത്തിനായിരുന്നു ജയസൂര്യ അന്തിമഘട്ടം വരെ നിവിൻ പോളിക്കൊപ്പം പരിഗണിച്ചിരുന്നതെങ്കിൽ മുന്നറിയിപ്പിലെ മമ്മൂട്ടിയുടെ പ്രകടനം 2ാം റൗണ്ടിലെത്തിയില്ല. ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് ദുൽഖർ സൽമാനെയും ബാംഗ്ലൂർ ഡേയ്സിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലിനെയും ജൂറി 2ാം ഘട്ടത്തിൽ പരിഗണിച്ചു. ദിവസേന 4-5 സിനിമകൾ വീതം 18 ദിവസം തുടർച്ചയായി കണ്ടാണ് ജൂറി വിധി നിർണയം നടത്തിയത്. സംഗീത സംവിധായകൻ രാജാമണിക്ക് 15 ചിത്രങ്ങൾ കാണാൻ കഴിയാതെ വന്നതിനാൽ ഇവ വീണ്ടും പ്രദർശിപ്പിച്ച് മുഴുവൻ പേരും ഒരിക്കൽ കൂടി കണ്ടു. സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ ഓരോ അംഗവും മാർക്ക് രേഖപ്പെടുത്തിയ ശേഷം അവസാന ദിവസം മാർക്ക് അവതരിപ്പിച്ച് ചർച്ചയിലൂടെ തീരുമാനമെടുക്കുകയായിരുന്നു. ഒരവാർഡിന് പോലും രൂക്ഷമായ തർക്കങ്ങളോ അവകാശവാദങ്ങളോ ഉണ്ടായില്ല. രാവിലെ 8:30 മുതൽ രാത്രി 9:30 വരെയായിരുന്നു ചിത്രാഞ്ജലിയിൽ സ്ക്രീനിങ്. ജൂറി ചെയർമാൻ ജോൺ ബോളിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ചിത്രാഞ്ജലിയിൽ റാമ്പും ഒരുക്കി. മഞ്ജു വാര്യരാണ് മികച്ച നടിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ നസ്രിയയ്ക്ക് പിന്നിലെത്തിയത്. സിനിമ മഞ്ജുവിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന അഭിപ്രായം പൊതുവെ ഉണ്ടായി. ജീവിതത്തിലെ പ്രസരിപ്പിനെയും നിസ്സഹായതയും അനായാസമായി വെള്ളിത്തിരയിൽ പ്രകാശിപ്പിച്ചതിന് നസ്രിയയെ ഒടുവിൽ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓലഞ്ഞാലി കുരുവി എന്ന ഗാനത്തിന് പഴയൊരു ഗാനവുമായുള്ള ഛായ ഒരു ജൂറി അംഗം ചൂണ്ടിക്കാണിച്ചതിനാൽ മികച്ച ഗായകനായി യേശുദാസിന് പിന്നിൽ ജയചന്ദ്രനും എത്തിയില്ല. രമേശ് നാരായണൻ സംഗീതം നൽകിയ 7 ഗാനങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു. ഇവയെല്ലാം നല്ലതായിരുന്നെങ്കിലും അതിൽ മികച്ച ചിത്രത്തിലെ ഗാനം തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് വൈറ്റ് ബോയ്സിലെ ആദിത്യ കിരണങ്ങൾക്ക് നറുക്കു വീണത്. ദേവരാജന്റെ ഗാനങ്ങളോട് കിടപിടിക്കുന്നതാണ് ഈ ഗാനമെന്ന് ജൂറി വിലയിരുത്തി. ശ്രേയ ഘോഷാലിനൊപ്പം ശ്വേതാ മോഹനും അവസാന റൗണ്ടിലെത്തി. അവാർഡ് നിർണയം സംബന്ധിച്ച വിശദാംശങ്ങൾ പരമാവധി രഹസ്യമായി സൂക്ഷിക്കണമെന്നും താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് നല്ല സിനിമയെ പിന്തുണയ്ക്കണമെന്നും ജോൺ ബോൾ സ്ക്രീനിംഗ് തുടക്കത്തിലെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അവാർഡ് ജേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ആത്മാർത്ഥതയ്ക്കുള്ള അംഗീകാരം. നിവിൻ. കലാമൂല്യമുള്ള ചിത്രങ്ങൾ ചെയ്യാൻ പുരസ്കാരം പ്രചോദനമാകും. സീനിയർ താരങ്ങൾക്കൊപ്പം പുരസ്കാരത്തിനായി പരിഗണിച്ചതിൽ സന്തോഷമുണ്ട്. അവാർഡ് സംവിധായകരായ എബ്രിഡ് ഷൈനും അഞ്ജലി മേനോനും സമർപ്പിക്കുന്നു. അവരുടെ ആത്മാർത്ഥതയ്ക്കുള്ള അവാർഡാണിത്. മടങ്ങിവരാൻ പ്രചോദനം. നസ്രിയ. വലിയൊരു അംഗീകാരമാണ്. സിനിമയിലേക്ക് മടങ്ങിവരാൻ ഈ പുരസ്കാരം പ്രചോദനമാകും. ഇനിയും മികച്ച അവസരം ലഭിച്ചാൽ അഭിനയിക്കും. താൻ അഭിനയം നിർത്തിയതായി എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആളുകൾ എന്നെ ഓർക്കുന്നുണ്ടെന്നതിൽ സന്തോഷം. സനൽകുമാർ, സംവിധായകൻ. ഞങ്ങൾ കുറേ കൂട്ടുകാർ ചേർന്ന് ഹിമാലയത്തിൽ വെച്ച് തയ്യാറാക്കിയ സിനിമയാണ് ഒരാൾ പൊക്കം. ഒരു കുടുംബം പോലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഒരു സിനിമയുണ്ടായെന്നല്ലാതെ വലുതായി അവകാശപ്പെടാനൊന്നുമില്ല. അവാർഡ് ലഭിക്കുമ്പോൾ അത് നല്ല സിനിമയാണെന്ന സന്ദേശം ഒന്നുകൂടി ശക്തിപ്പെടും. ജയരാജ്, മികച്ച സിനിമയുടെ സംവിധായകൻ. ദേശീയ അവാർഡ് ജൂറി ഒറ്റാലിനെ ഒരു പരിസ്ഥിതി ചിത്രം മാത്രമായി പരിഗണിപ്പിച്ചപ്പോൾ ഇവിടെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു. ബാലവേലയ്ക്കെതിരായുള്ള വലിയൊരു സന്ദേശമാണ് ഈ സിനിമ. ബിജിബാൽ, പശ്ചാത്തല സംഗീതം. തുടർച്ചയായ 3ാം തവണയാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 18 സിനിമകൾക്കാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. അതിൽ മുന്നറിയിപ്പ്, ഞാൻ എന്നീ ചിത്രങ്ങളിലെ സംഗീതമാണ് എനിക്കേറെ പ്രിയപ്പെട്ടത്. എബ്രിഡ് ഷൈൻ, പുതുമുഖ സംവിധായകൻ. ഞങ്ങൾ ഒന്നിക്കുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ എനിക്കും നിവിനും അവാർഡ് ഒന്നിച്ചു വന്നത് യാദൃച്ഛികം. അഭിനയിക്കുകയാണെന്ന് തോന്നലുണ്ടാക്കാതെയാണ് 3 കാലഘട്ടങ്ങളിലെ വേഷം നിവിൻ 1983 അവതരിപ്പിച്ചത്. രമേശ് നാരായണൻ, സംഗീത സംവിധായകൻ. അപൂർവ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ആദിത്യ കിരണങ്ങൾ അഞ്ജനമെഴുതും എന്ന ഗാനം. രാവിലെ 10 തുടങ്ങി വൈകിട്ട് 5 പാട്ടിന്റെ റെക്കോർഡിംഗ് തീർന്നത്. ദാസേട്ടന് മാത്രം പാടാൻ കഴിയുന്ന പാട്ടാണ്. അമൽ നീരദ്, ഛായാഗ്രാഹകൻ.
ഇയോബിന്റെ പുസ്തകത്തിൽ സഹകരിച്ച ഒരുപാട് പേർക്ക് അവാർഡ് കിട്ടി. കൂട്ടായ്മയുടെ വിജയവും അംഗീകാരവുമാണിത്. സമീറ സനീഷ്, വസ്ത്രാലങ്കാരം. ആദ്യമായാണ് സംസ്ഥാന അവാർഡ്. പക്ഷേ അതിനൊപ്പം വലിയ ദുഃഖം. ഈ പുരസ്കാരം എനിക്ക് കിട്ടുന്നത് കാണാൻ ഏറെ ആഗ്രഹിച്ച ബാപ്പച്ചി ഇല്ലെന്നതാണ്. 4 മാസം മുമ്പായിരുന്നു ബാപ്പച്ചിയുടെ മരണം.